ഹലോ. അപ്പൊ ഈ ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ വലിയ ലെവലിൽ സെറ്റപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സൈഡൊക്കെ വെച്ച് അങ്ങനെ ഒന്നും ഫ്രെയിമൊക്കെ നോക്കി അങ്ങനെ ഒന്നും എടുക്കുന്നതല്ല. അപ്പൊ ഞാൻ റാൻഡം ആയിട്ട് ഞാൻ ട്രൈപോഡ് പോലും എടുത്തിട്ടില്ല, അതൊക്കെ ഉള്ളിലാണ്. ഞാൻ ജസ്റ്റ് എന്റെ കൈ തന്നെ പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ദാറ്റ് ഇറ്റ്സ് എ സിമ്പിൾ തിങ്. ഐ ജസ്റ്റ് വാണ്ട് ടു ലെറ്റ് യു ഗൈസ് നോ ദാറ്റ്. അതായത് എന്താ പറയുക, ഈ കഴിഞ്ഞൊരു 3 months, അതായത് ഞാൻ എന്റെ 5 AM ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്റെ കുറച്ചും കൂടി പണ്ടത്തേനേക്കാളും എല്ലാം അങ്ങനെ പ്രോപ്പർ ഷെഡ്യൂൾ ഡിസിപ്ലിൻഡ് ആയിട്ട് പോകണതല്ല ഞാൻ പറഞ്ഞു. ബട്ട് ആസ് കമ്പയർഡ് ടു ഒരു 4-5 മാസത്തിന് മുന്നേക്കാളും കുറച്ചൊരു ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെയൊക്കെ റിസൾട്ട് ഇപ്പൊ എന്റെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, അല്ലാതെ പല രീതിയിലും ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ മെന്റൽ ഹെൽത്തിലായിക്കോട്ടെ, ഞാൻ ആഗ്രഹിച്ച പോലെയൊക്കെ ഒരു ലെവലില് ഒരു ഷിഫ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് ആണ്. അപ്പൊ ഈ ഒരു കഴിഞ്ഞൊരു 3-4 മാസം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ സറൗണ്ടിങ് എന്തോ ആയിക്കോട്ടെ, നമ്മുടെ കൂടെയുള്ള ആൾക്കാർ എന്തോ ആയിക്കോട്ടെ, ലൈക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫ് ഇപ്പൊ കറന്റ്ലി പോകണമെന്ന് എനിക്കറിയില്ല. ചിലവരുടെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടാവും, ചിലവരുടെ ഭയങ്കര വേഴ്സ്റ്റ് ആയിട്ട് പോകുന്നുണ്ടാവും. എന്റെ ഇപ്പോൾ 4-6 മാസത്തെ ഒരു മുന്നത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ മെന്റൽ ഹെൽത്ത് വൈസ് ഐ എം വെരി വീക്ക്. എല്ലാം കൊണ്ടും ലൈക്ക് എന്താ പറയാ, ടോട്ടലി പല പല പ്രശ്നങ്ങൾ കാരണം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ പ്രൊഫഷണൽ, എന്താ പറയാ, കംപ്ലീറ്റ്ലി പല പല കാര്യങ്ങളും ഉണ്ട്. അപ്പോ എന്താ പറയുക, ആ ഒരു ടൈമിലൊക്കെ ഞാൻ ഭയങ്കര ബ്ലെയിം ചെയ്യുമായിരുന്നു. അതായത് ഒന്നും നടക്കുന്നില്ലല്ലോ, ഒന്നും എന്റെ ഉള്ളിൽ തന്നെ, അത് ഞാൻ വേണം വെച്ച് ചെയ്യുന്നതല്ല, പക്ഷെ ഒരു കാര്യങ്ങളും ചെയ്തിട്ട് ശരിയാവുന്നില്ലല്ലോ, ലൈക്ക് ഇതൊക്കെ എന്താ ഇങ്ങനെയൊക്കെ, ലൈക്ക് അങ്ങനെയൊക്കെ. പക്ഷെ ആ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ പണിയെടുത്തതും അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തും മറ്റുള്ള കാര്യങ്ങളിലാണ്. ചുറ്റുമുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ അതങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു, ഇവരിങ്ങനെ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു, ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു, അങ്ങനെ. അതായത് ഞാൻ ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം ഞാൻ എന്താ പറയാ, എപ്പോഴാണോ ആ ഒരു ഫേസ് കഴിഞ്ഞ് ഈ കഴിഞ്ഞൊരു ഈ ഒരു 5 AM ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഞാൻ, അല്ലെങ്കിൽ അതിനെ കുറച്ച് മുന്നേ, അതിന്റെ 1 month മുന്നൊക്കെ ഞാൻ എപ്പോഴാണോ കംപ്ലീറ്റ്ലി ഞാൻ എന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി, എന്റെ ഫിറ്റ്നസ്, എന്റെ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ഞാൻ എന്നെ എത്രത്തോളം ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, എന്റെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ എന്റെ നോളേജ് കംപ്ലീറ്റ്ലി എന്നെ ചൂസ് ചെയ്യാൻ തുടങ്ങിയേ. അതായത് ഞാൻ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെയും ആൾക്കാരുടെയും ഓപ്പർച്യൂണിറ്റീസിനെയും എല്ലാം ഒരു സൈഡിലോട്ട് നീക്കി വെച്ച്, ഞാൻ ഇനി മേലോട്ട് ഗ്രോ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിലും അത് എന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇനി ഞാൻ താഴോട്ട് ഈ ലെവലില് ഇങ്ങനെ വരുവാണെങ്കിലും അതും എന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള കാര്യം കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്ത് സറണ്ടർ ചെയ്ത് ഞാൻ എന്നെ ചൂസ് ചെയ്ത് സീറോ എന്ന് പറയാൻ പറ്റത്തില്ല, എന്റെ കൈ കടയുന്നു, എന്താ പറയാ, സ്ക്രാച്ച് എന്ന് ഞാൻ എപ്പോഴാണോ വർക്ക് ചെയ്യാൻ തുടങ്ങി എന്റെ മേലെ, അതായത് എന്നെ ഞാൻ എപ്പോഴാണോ സീറോന്ന് കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്യാൻ തുടങ്ങിയത്, അത് ഞാൻ എന്താ പറയാ, വെറുതെ പറയുന്നതല്ല കേട്ടോ, എല്ലാ രീതിയിലും. അതായത് ഞാൻ രാത്രി ഭയങ്കര വൈകി കിടക്കുന്ന ഒരാളായിരുന്നു. ഈ ഒരു 5 AM ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് തന്നെ എനിക്കൊരു ചാലഞ്ച്, അല്ലെങ്കിൽ എന്നെ ഒന്ന് എന്താ പറയുക, ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു കാര്യം, അതിന്റെ കൂടെ ഞാൻ വീഡിയോ എടുത്തിട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ എന്റെ ലൈഫിനെ കുറച്ചും കൂടി എന്താ പറയാ, ഒരു ബെറ്റർ വേയിലോട്ട് ആ ഒരു ടൈമിൽ എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യുക, അത് എനിക്ക് വേണ്ടി ചെയ്യുക, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, എനിക്ക് വേറെ ഒരു കാര്യത്തിനല്ല. ബട്ട് എനിക്ക് എന്നെ ഗ്രോ ആക്കണം, എന്നെ ലെവലപ്പ് ചെയ്യണം. അതിനുള്ള ഒരു കീ ഞാൻ നോക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, ഞാൻ അൺലോക്ക് ചെയ്യാൻ നോക്കുന്ന ഒരു ലോക്കിന്റെ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിന്റെ കീ എന്ന് പറഞ്ഞാൽ ഞാനാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ധാരണയിൽ ഞാൻ എപ്പോഴാണോ എന്നിൽ കംപ്ലീറ്റ്ലി എന്താ പറയാ 101% എന്നിൽ പണിയെടുക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഐ ഫെൽറ്റ് ലൈക്ക് ദ ഹോൾ യൂണിവേഴ്സ് ഇസ് മൂവിങ് വിത്ത് മീ. അതായത് എന്താ പറയാ, എവിടെ നിന്നില്ലാത്തൊരു സ്ട്രെങ്ത് ഉള്ളിന്ന്. അത് മാത്രമല്ല, നമുക്ക് പല രീതിയിലും, ഞാൻ പറയില്ലേ, സോഷ്യൽ മീഡിയയിലും ഇത്ര ഒരു യൂട്യൂബിലൊന്നും ഒരു 4000 സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഒരിക്കലും വിചാരിച്ചതല്ല. ലൈക്ക് അതൊക്കെ എന്താ പറയാ, സത്യമായിട്ടും ലൈക്ക് അവിടെ നിന്നൊരു സപ്പോർട്ട്. അത് മാത്രമല്ല, ഇപ്പൊ എനിക്കായിക്കോട്ടെ മെന്റലി അതെനിക്ക് ഒരു പീസ് ആയിക്കോട്ടെ, അത് മാത്രമല്ല ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്റെ ചുറ്റും. ലൈക്ക് എന്താ പറയാ, എനിക്ക് ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ല, ഞാനത് ചെയ്യുന്നില്ല, ആ ഒരു ലെവൽ ഓഫ് ഒരു ക്ലാരിറ്റി എനിക്കത് വരാൻ തുടങ്ങി. പല രീതിയിലും എനിക്ക് ഒരു സപ്പോർട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ഫ്രം ദ നേച്ചർ, ഫ്രം ഇൻസൈഡ്, എന്റെ ഉള്ളിൽ നിന്ന് തന്നെ, അങ്ങനെയൊക്കെ. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ലെറ്റ് യു നോ വൺ തിങ് ദാറ്റ് നിങ്ങളുടെ ലൈഫ് ഇപ്പൊ ഏത് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് എനിക്കറിയില്ല. ബട്ട് അപ്പോൾ നിങ്ങളിപ്പോൾ എത്ര പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യുക. ആ ട്രയൽ കംപ്ലീറ്റ്ലി നിങ്ങളെ ചൂസ് ചെയ്യുക, നിങ്ങൾ വർക്ക് ചെയ്യുക, നിങ്ങളെ ലെവലപ്പ് ചെയ്യുക. ബാക്കി നിങ്ങൾ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളും മെല്ലെ മെല്ലെ നിങ്ങളോട്ട് അട്രാക്ട് ആവുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവുമല്ലോ, ആ ഒരു ഷിഫ്റ്റ്, ഇപ്പൊ നിൽക്കുന്ന ഒരു ലൈഫിൽ നിന്നും ആ ഒരു ഷിഫ്റ്റിലോട്ട് മെല്ലെ നിങ്ങളുടെ ലൈഫ് ഷിഫ്റ്റ് ആവുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് യു വിൽ എക്സ്പീരിയൻസ് ദാറ്റ്, ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട്, എക്സ്റ്റേണൽ പുഷ്. ഞാൻ തുടങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ കാണുന്നല്ല ഞാൻ പറഞ്ഞത് ഗ്രാജുവലി ഞാൻ എന്നെ
ചൂസ് ചെയ്ത് എന്നിൽ വർക്ക് ചെയ്ത് വന്ന് ആ ഒരു കൺസിസ്റ്റന്റ് ആയ കുറച്ച് ടൈം പോയതിന് ശേഷമുള്ള കാര്യമായിട്ട് ഞാൻ പറയണേ. അപ്പൊ നിങ്ങൾ സിൻസിയർ ആയിട്ട് എഫേർട്ട് ഇട്ടുണ്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തോന്നുന്ന ആ ഒരു ടൈം മുതൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് കംപ്ലീറ്റ്ലി നിങ്ങളുടെ കൂടെ മൂവ് ചെയ്യണ പോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും.